എന്താ കുട്ടികളെ അവിടെ കാട്ടണേ? ഞാൻ കഷ്ടപ്പെട്ടൊക്കെ പെറുക്കി വെച്ചതാണ്. ഇനി ഇതൊക്കെ അടുക്കി പെറുക്കി വെക്കണ്ടേ? നിങ്ങൾ എന്താ കാട്ടിയേക്കണേ? ആ പരത്തി ഇട്ടിക്കണൂല്ലേ? ആ ബോക്സ് ഒന്നും എടുത്തിട്ടില്ലല്ലോ. ആ ബോക്സ് മൊത്തം എടുത്തോ? അതെടുത്തോ നിങ്ങൾ? ആ എന്നാ അമ്മ അടുക്കി പെറുക്കി വെക്കാം. നിങ്ങൾ ഈ സെഞ്ചിയിലൊക്കെ ആക്കിക്കോ. അല്ല ചേച്ചി, താത്ത അടുക്കി പെറുക്കി വെക്കാട്ടോ. താത്ത അടുക്കി പെറുക്കി വെക്കാം. നിങ്ങൾക്ക് വേണ്ട ഒക്കെ എടുത്തോളി കേട്ടോ. എന്നാ അതിലിടണ്ട. നിങ്ങൾ പോയിട്ട് അതെ അവിടെ ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചോ. ഓക്കെ ഓക്കെ. ഇനി ഞാൻ പോയിട്ട് വാങ്ങി വരണം. നിങ്ങൾക്ക് എന്തേലും ഞാനെന്നാ എന്താണ് വാങ്ങിക്കൊണ്ട് വരാം കേട്ടോ. നിങ്ങളിവിടെ നിന്ന് കളിച്ചേ? കളിച്ചോളൂ. ഇപ്പൊ കൊണ്ടുവരാം കേട്ടോ ചേച്ചി. എടുത്തോളൂ. കുട്ടികളെ, നിങ്ങളിതാ പറഞ്ഞത്. എന്താ ഈസു അവിടെ പണിയില്ല? പൂര കളിയിലല്ലോ അല്ലേ? അത് നിങ്ങളവിടെ ആ റോള് ഇരിക്കുന്നില്ലേ, അത് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് വെക്കാൻ വേണ്ടി കൊടുന്നത്. ആ താറാവ് എവിടെ? താറാവ് എന്താ അവിടെ വെച്ചേക്കണ്? അവിടെ എന്താ കൊണ്ടുപോയി വെച്ചേക്കണ്? എന്താ അവിടെ വെച്ചേക്കണ്? അതാ അവിടെ മറ്റെന്തൊക്കെയോ ഫ്രൂട്ട്സുകൾ വെച്ചിട്ടുണ്ടല്ലോ. പൈനാപ്പിളും ഐസ്ക്രീം മാത്രമല്ല, എന്തങ്ങടെ എടി ഞാനാക്കി തരാം. മറ്റേ നിങ്ങളുടെ ഫ്രിഡ്ജ് ഐസ്ക്രീമൊക്കെ ഫ്രിഡ്ജിലാണ് വെക്കുക. നിൽക്കട്ടോ. ഐസ്ക്രീമൊക്കെ ഫ്രിഡ്ജ് ഇതാ. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നുമില്ല. നിങ്ങളെന്നല്ലേ എടി വെച്ച്? വെറുതെ എന്നാണ് പറയാം. ആരാവും ഇതാട്ടോ നിങ്ങളുടെ ഫ്രിഡ്ജ്. നീ ഫ്രിഡ്ജില്ല വേണ്ട. എന്നാ ഫ്രിഡ്ജ് എടി. നിങ്ങൾക്ക് ഇനി ഞാൻ നേരത്തെ കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാട്ടോ. അത് ഞാൻ അതിൽ വെച്ചുതരാം കേട്ടോ. എവിടെ ഫ്രൂട്ട്സുകളൊക്കെ? ഒരു ഫ്രൂട്ട് ഞങ്ങൾക്ക് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നല്ലോ. അതെടുത്താ ഐസ്ക്രീം. ഓക്കെ എടി, വേറെന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് തന്നതായിട്ട് വലിയ പിടുത്തൊന്നുമില്ല.
എടി അത് നിങ്ങൾക്ക് രണ്ടാക്കുള്ളതാടി. നിങ്ങൾ രണ്ടാളും ഫീസായി കളിച്ചോളും. ബോളും ബാറ്റും കൂടിയും കളിക്കാം. ബോളും ബാറ്റും എടുത്തോ? കളിക്കാൻ സ്വന്തം അപ്പൻ്റെ കാര്യം കളിക്കാനല്ലോ. എന്നാ നീ വേറെ എന്തെങ്കിലും കളിച്ചോ. എന്താ അടുത്ത് കളിച്ചോ. നിങ്ങൾക്ക് രണ്ടാക്കുള്ള ബൈക്ക് അതായിരിക്കണടി. ബൈക്കൊക്കെ എടുത്ത് കളിച്ചോളിയും. ബൈക്കൊക്കെ ഇരിക്കണ കണ്ടില്ലേ, അതൊക്കെ എടുത്ത് കളിച്ചോ. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിയേക്കണേ. ഞാൻ സൗണ്ട് ഉണ്ടാക്കി തരാം കേട്ടോ ബൈക്ക് കൊണ്ട്. എന്താ ഉണ്ടാക്കാൻ പറ്റത്തില്ലേ? മതി കളിച്ചതിനോ. ഇപ്പോൾ അതെന്താ എന്താവോ അത് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റാത്തല്ലേ. ഗായ്സ്, നിങ്ങൾ ഞങ്ങളുടെ വ്ളോഗുകൾ കാണുന്നില്ലെങ്കിൽ കാണുകയും തുടർച്ചയായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്താണ്. ഞങ്ങൾ ഇത് തുടങ്ങാനുള്ള കാരണം എന്താണ്, ഞങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ടൊരു ഇതായതുകൊണ്ട് ഞങ്ങൾ തുടങ്ങാണ്. പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ നിങ്ങൾ ചെയ്യണം. എല്ലാ വ്ളോഗ്സിലും എനിക്ക് നല്ല വ്യൂസാണ് എന്നെ നിങ്ങൾ എന്താ ഞങ്ങൾ 3 പേരെയും ഞങ്ങളെ സഹായിക്കണം കേട്ടോ. നിങ്ങൾ സഹായിക്കല്ല, ഞങ്ങൾക്ക് ലൈക്കും ഷെയറൊക്കെ തരണം. പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഇത് തുടങ്ങേണ്ട അങ്ങനെ ഒരു ഇതില്ല. പിന്നെ കമൻറ്റ് വേണ്ട കേട്ടോ. എനിക്ക് കമൻറ്റൊന്നും അങ്ങോട്ട് ഇതാക്കാൻ പറ്റില്ല. കാര്യത്തിന് ഞാൻ കുഞ്ഞ് ആളല്ലേ, ആ കാരണം കൊണ്ട് എനിക്ക് നിങ്ങൾ കമൻറ്റൊന്നും ഇടുന്നത് വലിയ പിടുത്തമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വ്ളോഗ്സ് എല്ലാം നിങ്ങൾ കാണണം കേട്ടോ. കണ്ട് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. നല്ല വ്യൂസ് തരണം കേട്ടോ ഞങ്ങളെ. അപ്പോൾ ഞങ്ങളുടെ വ്ളോഗ്സൊക്കെ നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം പ്ലീസ് ഗായ്സ്. അപ്പോൾ നിങ്ങൾ കാണണം കേട്ടോ. കണ്ടിട്ടും കാണാത്തവരെ പോലെ നടിക്കരുത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ യൂട്യൂബിന് വേണ്ടി കഷ്ടപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അത്രക്കും കഷ്ടപ്പെട്ടിട്ട് അത്രക്കുമാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നത് കേട്ടോ. കഷ്ടപ്പെടുന്നതിന് ഒരു ഇതുമില്ല. ഇവരെ ഇടയ്ക്കൊക്കെ തെറ്റിക്കലുണ്ട്. ഇവർ കാരണമല്ല, ഇവർ ഇടയ്ക്കൊക്കെ ചെറിയൊരു തെറ്റിക്കലൊക്കെ ഉണ്ട്, ചെറുതായിട്ട്. അവർ പണ്ട് കാര്യം അവർ കുഞ്ഞു കുട്ടികളാണ്. ഇന്നെ പണ്ട കാര്യമുള്ളൂ. ഞാൻ കുറച്ച് അവരെ കഷ്ടപ്പെടുത്തുന്നുണ്ടോ എനിക്കൊരു ഡൗട്ടുണ്ട്. ഈ അപ്ഷിനോനെ ഇസുവിനെ അവരെ നല്ല കഷ്ടപ്പെടുത്തുന്നുണ്ടെന്നൊക്കെ തോന്നി. ഞാൻ ഈ വീഡിയോ എടുപ്പ് കാരണം അവരെ കഷ്ടപ്പെടുത്താണ്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് ഞങ്ങളുടെ വീഡിയോൻ്റെ പേര് ഇവളപ്പാൻ്റെ പേരാണ് കേട്ടോ ഞങ്ങൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളത്. എന്തെങ്കിലും പ്ലീസ് ഗായ്സ്, എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ ഫോണിലൊരു എന്തോ ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും നിങ്ങൾ കാണണം കേട്ടോ. അത് നിങ്ങൾ കാണണം. അതിൽ ഞാൻ നിറയെ വ്ളോഗ്സുകളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു കൊച്ചു ഷോർട്ടും ഒക്കെ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ് കേട്ടോ. ഞങ്ങളുടെ കളിപ്പാട്ട് ഇഷ്ടമായി നിങ്ങൾക്ക്? ഇത് ഞങ്ങളല്ല ടാപ്പിച്ചൂൻ്റെയാണ്. 2 പെട്ടി ടോയ്സ് ഉണ്ട് വേറെ കേട്ടോ. കണ്ടില്ലേ, 2 പെട്ടി ടോയ്സുകളുണ്ട് കേട്ടോ. അവൾക്ക് അവളെപ്പോൾ വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ കൊണ്ടുവരും. അവളെപ്പോൾ വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതും ഇപ്രാവശ്യം കൊണ്ടുവന്നത് പിന്നെ പിന്നെ ഇപ്രാവശ്യം കൊണ്ടുവന്നത് വേറെ ഒന്നുമില്ല കേട്ടോ. ഇപ്രാവശ്യം പിന്നെ മാമ കൊണ്ടുവന്നത് ബാഗൊക്കെ ഉണ്ടത്. അവള് പിന്നെ സ്കൂൾക്ക് പോകുന്നോണ്ടാണ് ബാഗ്. കളിപ്പാട്ടത്തിൽ 2 അങ്ങനെ കൊടുന്നിട്ടോന്നുള്ളൂ. ഞാൻ പറഞ്ഞു ഇവളിപ്പോൾ വലുതായി, ഇനിയിപ്പോൾ എന്തിനാ ഇപ്പോൾ ഇവൾക്ക് കളിപ്പാട്ടം. ഇനി അവളൊരു LKG കഴിഞ്ഞ് UKGക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ടോയ്സൊക്കെ അസ്മിലൂൻ്റെ ആണ് പറയാം. അസ്മിലൂൻ്റെ കേട്ടോ ഈ ടോയ്സൊക്കെ. ആ വിമാനം കണ്ടില്ല നിങ്ങൾ? അതൊക്കെ അമ്മിലൂൻ്റെ ആ വിമാനം. പിന്നെ ഇത് അമ്മിലൂന് മാമ കൊണ്ടുവന്ന മറ്റേ വണ്ടി. പിന്നെ ബൈക്ക്, ഇതിൽ സൈക്കിളോ ബൈക്കോ
അത് അസ്മിലുവിൻ്റെ കേട്ടോ. ഇവളുടെ അനിയനാണ് അസ്മിൽ എന്ന് പറയുന്നത് കേട്ടോ. ഇവളുടെ അനിയൻ. ഇവൾക്കൊരു അനിയത്തിയുണ്ട്, അത് ഹിൻസയാണ് കേട്ടോ. ഹിൻസ അവള് പെൺകുട്ടി, ഇവൾക്കുള്ളത് ആൺകുട്ടിയാണ്. ആണനിയനാട്ടോ. ആണുണ്ണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൊച്ചു ടോയ്സ് മിനി വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുക. അധികം ലോങ് ആയിട്ടില്ല, നിങ്ങൾക്ക് കണ്ടാൽ മടുക്കുവെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇനിയും ലോങ് ആക്കാത്തത്. അപ്പോൾ അടുത്ത വ്ളോഗായി വരുന്നവരേക്കും ബായ്. ഏതായാലും വന്നതല്ലേ, നിങ്ങളൊരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് പോയിക്കോളി. ബായ്.